ഈ കേസ് നിലനിൽക്കുമോ? രാഹുൽ അകത്താകുമോ? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഭർത്തൃമതിയായ യുവതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നതെന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. വിവാഹത്തിന് മുൻപ് അവർക്കിടയിൽ പ്രണയമോ അതല്ലെങ്കിൽ മറ്റെന്തു തന്നെ സംഭവിച്ചാലും വിവാഹശേഷം അത്തരമൊരു ബന്ധം തുടരാൻ പാടില്ലായിരുന്നു. ഇത്തരം തെറ്റായ ഒരു ബന്ധവും കേരളീയ സമൂഹം അംഗീകരിക്കില്ലെന്നത് ഓർക്കുക. എന്നിങ്ങനെയൊക്കെയുള്ള പൊതുജന അഭിപ്രായങ്ങളൊക്കെ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയും മറ്റും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആ യുവതിയുടെ ഭർത്താവ് അറിഞ്ഞിരുന്നോ? അതല്ലെങ്കിൽ ആ യുവതി ഭർത്താവിനോട് പറഞ്ഞിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യം ഉയർന്നു കഴിഞ്ഞു. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി യുവതിയുടെ ഭർത്താവാണ് യഥാർത്ഥ ഇര എന്ന വാദവും ചില കേന്ദ്രങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം തകിടം മറിക്കുന്ന രീതിയിലുള്ള കൂടുതൽ വ്യക്തതയുള്ള മൊഴികൾ പുറത്തു വന്നിരിക്കുകയാണ്. 2024 ഓഗസ്റ്റ് ഹിന്ദു മതാചാര പ്രകാരം ഒരു ക്ഷേത്രത്തിൽ വെച്ച യുവതിയുടെ വിവാഹം നടന്നു. പക്ഷേ ഈ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല. പാലക്കാട് നിന്നും പിന്നീട് തിരുവനന്തപുരത്തേക്ക് ഈ യുവതി താമസം മാറി. വിവാഹ ബന്ധം പിരിഞ്ഞ് 5 മാസത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി സൗഹൃദത്തിലാവുന്നത്. 2025 മാർച്ച് മാസം മുതലാണ് രാഹുലുമായി തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ശാരീരിക ബന്ധം നടന്നതെന്നും യുവതി പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ആദ്യ വിവാഹത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പരിചയപ്പെട്ടത്. 1 മാസം മാത്രം നീണ്ടുനിന്ന വിവാഹം ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഈ യുവതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. വ്യക്തിപരമായ കുടുംബ പ്രശ്നത്തിൽ, പ്രത്യേകിച്ച് ഭർത്താവുമായുള്ള പ്രശ്നത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി സൗഹൃദത്തിലാവുകയും അത് പ്രണയത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഗാർഹിക പീഡനവും നേരിട്ടു. അത് ഫേസ്ബുക്ക് ചാറ്റിലൂടെ രാഹുലുമായി പങ്കുവയ്ക്കുന്നു. തുടർന്ന് ഇവർ സൗഹൃദത്തിലാവുന്നു. ആ ഒരു ബന്ധമാണ് ഇത്തരത്തിലൊരു ബന്ധത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ ദിവസം രാഹുൽ ജാമ്യ ഹർജി നൽകിയപ്പോൾ പറയുന്നത് ഈ ബന്ധത്തിൽ പരാതിക്കാരി ഗർഭിണി ആക്കിയിട്ടില്ല, ഭർത്താവിനൊപ്പം കഴിയുന്ന സ്ത്രീയാണ് പരാതിക്കാരി എന്നാണ്. ഗർഭചിത്രത്തിന് മരുന്ന് യുവതി കഴിച്ചത് സ്വന്തം തീരുമാനപ്രകാരമാണ്. ഗർഭധാരണത്തിന്റെ ഉത്തരവാദിത്തം ഭർത്താവിന് തന്നെ എന്നാണ്. ഇതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഒരു മൊഴിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 1 മാസം മാത്രം നീണ്ടു നിൽക്കുന്ന വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഹിന്ദു മതാചാര പ്രകാരം വിവാഹം കഴിച്ചു. 4 ദിവസം മാത്രം ഒരുമിച്ച് ജീവിച്ചു. പിന്നീട് ആ ബന്ധം നീണ്ടു നിന്നില്ല. തുടർന്ന് 5 മാസങ്ങൾക്ക് ശേഷം രാഹുലുമായി സൗഹൃദത്തിലാവുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ നഗ്നചിത്രങ്ങൾ പകർത്തിയും ഭീഷണിപ്പെടുത്തിയും ബലാത്സംഗമൊക്കെ ചെയ്തു എന്നുള്ള മൊഴികളൊക്കെ പുറത്തു വരുന്നത്. 2025 മാർച്ച് 4 തൃക്കണ്ണാപുരത്തെ അതിജീവിതയുടെ ഫ്ളാറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതുൾപ്പെടെയാണ് എഫ്ഐആറിലെ പരാമർശങ്ങൾ. മാർച്ച് 17 ഭീഷണിപ്പെടുത്തി അതിജീവിതയുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി. ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് തുടർച്ചയായി ഭീഷണിപ്പെടുത്തി. അതിജീവിത ഗർഭിണി ആണെന്ന് അറിഞ്ഞിട്ടും നിരന്തരം പീഡനം തുടർന്നുവെന്നും ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ഏപ്രിൽ 22-ാം തീയതി തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ചും മെയ് അവസാനം പാലക്കാട്ടെ പ്രതിയുടെ വീട്ടിൽ വെച്ചും പലതവണ പീഡിപ്പിച്ചു എന്നുമാണ് ഇത്തരത്തിൽ എഫ്ഐആറിൽ പറയുന്നത്. പക്ഷേ യുവതി വിവാഹിതയാണെന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നുവെന്ന് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിന്റെ ഉപദ്രവങ്ങൾ വിവരിച്ചാണ് തന്നോട് സംസാരിച്ചതെന്നും ആ ബന്ധമാണ് വളർന്നതും പിന്നീട് ലൈംഗിക ബന്ധത്തിൽ എത്തിയതെന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. യുവതിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തതിന് പിന്നാലെ ശബ്ദരേഖ തന്റേതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുകയും ചെയ്തു. മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഇത്തരത്തിൽ ഇതുവരെ സമ്മതിക്കാതിരുന്ന കാര്യം രാഹുൽ അംഗീകരിക്കേണ്ടി വന്നത്. യുവതിയെ ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായ ശബ്ദരേഖകളാണ് പുറത്തു വന്നത്. തന്നെ തകർക്കാൻ യുവതി റെക്കോർഡ് ചെയ്തുവെന്ന് വാദിക്കുവാനാണ് രാഹുലിന് ഇക്കാര്യം സമ്മതിക്കേണ്ടി വന്നത്. ഇത് കൂടാതെ ഈ യുവതിയുമായുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചൊക്കെ സമ്മതിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ സ്വന്തം ഭർത്താവിനെയാണ് അവർ വഞ്ചിച്ചതെന്നും അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇര എന്നുമാണ് രാഹുൽ പറഞ്ഞത്. വളരെ മാന്യനായ റെസ്പെക്റ്റബിളായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഇര അദ്ദേഹമാണ്. അതായത് ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചു, കാമുകനെ പറ്റിച്ചു, എന്നിട്ട് അവസാനം അയാൾക്ക് പണി കൊടുക്കുവാനായി ഇപ്പോൾ മുഖ്യമന്ത്രിയും കണ്ടു. എന്നിട്ട് പേര് അതിജീവിത എന്ന്. 2024 ഓഗസ്റ്റിലാണ് ഇവരുടെ കല്യാണം നടന്നത്. 1 വർഷം പോലും ആയില്ല. ആ ബന്ധം മറച്ചുവെച്ചോ ഒളിപ്പിച്ചു വെച്ചോ പകുതി മറച്ചുവെച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നിട്ട് പ്രഗ്നന്റ് ആവുകയും അതിനുശേഷം ബ്രേക്കപ്പ് ആവുകയും പ്രശ്നങ്ങളാവുകയും ചെയ്തു. എന്നിട്ട് അത് മാധ്യമങ്ങളുടെ അടക്കം
ഈ വ്യക്തിയോ ഈ വ്യക്തിയുടെ കൂട്ടാളികളോ ചേർന്ന് മീഡിയയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ എത്തിച്ചു. ഇപ്പോഴും ഡിവോഴ്സ് ചെയ്തിട്ടില്ല, അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇതൊക്കെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടാൻ സ്വയം നിന്നു കൊടുക്കുന്നതും വേട്ടയാടാൻ മുഖ്യമന്ത്രി കാണുന്നതും ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? രാഹുലിനെ തീർക്കാനും തകർക്കാനും കോൺഗ്രസിനെ തകർക്കാനും വേണ്ടിയുള്ള യുദ്ധമാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അടക്കം കോൺഗ്രസിനാണ് ഒരു മേൽക്കോയുള്ളത്. വിഷയം തെറ്റിക്കാനും ശ്രദ്ധ തിരിക്കാനും കോൺഗ്രസിനെ നശിപ്പിക്കാനുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ആക്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി സ്വീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നും അറിയാം. ഈ വിഷയത്തെ വെച്ച് ശബരിമല കൊള്ളയെ മറയ്ക്കാമെന്നും ശ്രദ്ധ തെറ്റിക്കാമെന്നുമുള്ള പല കാര്യങ്ങളും എടുത്തുകൊണ്ടുവന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനായി പിണറായി വിജയൻ സഖാവ് നീങ്ങിക്കഴിഞ്ഞു. ഓൾറെഡി കല്യാണം കഴിച്ച ഈ പെണ്ണിനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നത് എന്തൊരു കള്ളമാണ്. ഇത് നാളെ നിങ്ങൾക്കെതിരെ വരാം, എനിക്കെതിരെ വരാം, നമ്മുടെ മക്കൾക്കെതിരെ വരാം. നമ്മുടെ മകൻ സേഫ് അല്ല, നമ്മുടെ സഹോദരനോ അച്ഛനോ സേഫ് അല്ല എന്ന തിരിച്ചറിവ് വേണം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ല, ഇത് ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. എല്ലാ വേട്ടയാടപ്പെടുന്ന പുരുഷന്മാർക്കും വേണ്ടിയുള്ള പോരാട്ടമെന്നാണ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട യൂട്യൂബ് വീഡിയോയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഈ യുവതിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് തെറ്റാണെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യറും പറയുന്നു. വിവാഹബന്ധം 4 ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് തെറ്റെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. മാസങ്ങളോളം തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു. അവർ ഇപ്പോഴും വിവാഹമോചിതരല്ല. താൻ വിവാഹത്തിൽ പങ്കെടുത്ത ആളാണെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്നു. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. അറിയാവുന്ന ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം തന്നെ വേട്ടയാടും, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണെന്നും സന്ദീപ് വാര്യർ പറയുന്നു. രാഹുലിനെതിരെ പരാതിപ്പെട്ട യുവതി ഇപ്പോഴും വിവാഹമോചനം നടത്തിയിട്ടില്ലെന്ന രാഹുൽ ഈശ്വറിന്റെ വാദത്തിന് പിന്നാലെയാണ് ഇത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നത്. ഈ വിവാഹത്തിൽ സന്ദീപ് വാര്യർ പങ്കെടുത്തിരുന്നതായി രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു. രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമെന്നാണ് യുവതിയുടെ മൊഴി നൽകിയതായി റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ രാഹുലിനെ അനുകൂലിക്കുന്നവർ അതിനെ എതിർത്ത് രംഗത്തെത്തിയത്. വിവാഹിതയായ യുവതിയുടെ ഗർഭത്തിന് ഉത്തരവാദി താനല്ലെന്നും അവരുടെ ഭർത്താവാണെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. ഗർഭചിത്രം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നതും രാഹുൽ വാദിക്കുന്നുണ്ട്. അതേസമയം രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടിനൊപ്പമാണ് താനെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു.